പറവൂർ നഗരസഭ മുസരിസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ സാഹിത്യ സദസ്സ് നടത്തി. നഗരസഭ വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ഹരിദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം വിനോദ് കെടാമംഗലം ഉദ്ഘാടനം ചെയ്തു. ഭരത് സലിംകുമാർ രചിച്ച ഈശ്വരാ വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച നടത്തി. രവി കണ്ണൻ പുസ്തക അവതരണം നടത്തി. അനശ്വര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അപർണ ആരുഷി സംസാരിച്ചു. ഇവിടെ സലികുമാറിന്റെ പുസ്തകം ഈശ്വര വഴക്കില്ലല്ലോ എന്നുള്ള പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ആ പുസ്തകം എഴുതിയ നാൾ മുതൽ ഞാൻ കൂടെയുണ്ട്. അത് എഴുതുന്ന സമയത്തുണ്ട്, അതിന്റെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ചർച്ചയ്ക്ക് ശേഷം പിന്നീട് അതിന്റെ പാട്ടിൻ രൂപീകരണത്തിൽ പോലും ഞാൻ ഉണ്ട്. രവിചേട്ടൻ അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ആ പുസ്തകത്തിന്റെ പ്രാരംഭകാലം തൊട്ടേ ഉള്ള ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ചർച്ചകളും ഒരുപക്ഷെ ഞങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചിരിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെന്നതിന് ശേഷം ആണ് പലപ്പോഴും ഈ പുസ്തകത്തിലേക്ക് വരുന്നത്. ഈ പുസ്തകം ഞാൻ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകളിൽ പറഞ്ഞ് ചിരിച്ച കഥകൾ തന്നെയാണ്. അത് പുസ്തക രൂപത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലതും ഈ പുസ്തകത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ കേട്ട കഥകളും എന്നോട് പറഞ്ഞതും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കഥകളുമാണ് ഒക്കെ ഉള്ളത്. അതിൽ ഏറ്റവും ഒരു പുസ്തക രൂപത്തിലേക്ക് വരുമ്പോൾ പുസ്തക രൂപത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നത് വൈസ് ചെയർമാൻ പറഞ്ഞ പോലെ വെറും ഒരു കലാകാരൻ, ഒരു കൊമേഡിയൻ, ഒരു മിമിക്രിക്കാരൻ, അന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം പരിശോധിക്കുമ്പോഴാണ് ഇതിനപ്പുറത്തേക്ക് സലിംകുമാർ എന്ന നടനും സലിംകുമാർ എന്ന ചിന്തകനും സലിംകുമാർ എന്ന എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടുന്നത്. അത്രയേറെ വൈവിധ്യമായിരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു ശീല തന്നെ കടന്നു പോകുന്നത്. പലപ്പോഴും വായിച്ചു പോകുമ്പോൾ വലിയ സാഹിത്യമൊന്നുമില്ല, നാടൻ ഭാഷകളാണ്. നാടൻ ഭാഷകളിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ തന്നെ കാണാത്ത, നമ്മൾ തന്നെ ചിന്തിക്കാത്ത, നമ്മൾ പോലും കണ്ടെത്താത്ത ചില മേഖലകൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നതാണ് അത്ഭുതം. തുടക്കം തന്നെ പറയുന്നത് എനിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച എൻ്റെ അമ്മയ്ക്കും എനിക്ക് വേണ്ടി മരിച്ചു ജീവിക്കുന്ന എൻ്റെ ഭാര്യയ്ക്കും. അത് തന്നെ വല്ലാത്തൊരു പ്രയോഗമാണ്. ഒരുപക്ഷെ എന്നെക്കാളും നമ്മളെക്കാളൊക്കെ എഴുത്തും വായനയും ഒക്കെയുള്ള സാഹിത്യകാരന്മാരെ രചനകൾ വായിച്ചിട്ടുള്ളവരാണ് നിങ്ങൾക്ക് പറയുന്ന ഒരു പക്ഷേ എൻ്റെ ഒരു അപക്വതയായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്ന വായിച്ചു എന്നെ അത്ഭുതപ്പെടുത്തിയത് അത് വല്ലാത്തൊരു വാചകമാണ്. ആരും കാണാത്തൊരു വാചകമാണ്. അപ്പൊ അത്രയേറെ അമ്മയെയും ഭാര്യയെയും കുടുംബത്തെയും അദ്ദേഹം ഓർക്കുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ രചന തുടങ്ങുന്നത് തന്നെ നമ്മുടെ പറവൂരിന്റെ ഒരു വലിയൊരു സാംസ്കാരിക മണ്ഡലത്തിന്റെ ചരിത്രം അദ്ദേഹം നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ കാണാത്ത, നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് മുന്നേ കണ്ടിട്ടുള്ള, പക്ഷെ എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തിയത് പറവൂരിനെ കുറിച്ച് പറയുമ്പോൾ പറവൂർ എന്താണെന്ന് ആ ആദ്യ പേജിൽ തന്നെ ഉണ്ട്. നമ്മുടെ കൾച്ചറും നമ്മുടെ സംസ്കാരവും ഭൂമിശാസ്ത്രവും തൊഴിലും ജാതിയും മതവും ഒക്കെ കൃത്യമായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വരുമ്പോൾ ചിറ്റാറ്റുകര വടക്കേക്കര പോകുമ്പോൾ അദ്ദേഹം ആ വടക്കേക്കര പാലത്തെ കുറിച്ചൊരു വിവരണമുണ്ട്. വടക്കേക്കര പാലം എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നെങ്കിൽ വെറും തുരുത്താണെന്ന് പറയുന്ന വടക്കേക്കര, ആ പാലം ഉള്ളത് കൊണ്ട് തന്നെ പട്ടണവുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ പിന്നീട് 80-ൽ പാലം മാറിയിട്ട് പുതിയ പാലം വരുമ്പോൾ ആ പഴയ പാലം വടക്കേക്കരക്കാർ കുടിവെള്ളമായി മാത്രം കൊണ്ടുപോകുന്ന ഒരു വലിയൊരു ശക്തിയായിട്ട് മാറി നിൽക്കുന്ന വടക്കേക്കര പഴയ പാലത്തെ കുറിച്ച് പറയുമ്പോൾ അല്പം വേദനയാണെങ്കിലും ചിരിയോടെയാണ് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്നത്. അതാണ് അതിന്റെ ആദ്യ പങ്ക്തിയിൽ പറവൂർ എന്താണെന്നും വടക്കേക്കര എന്താണെന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് പറവൂരിന്റെ ചരിത്രം പറയുമ്പോൾ പറവൂർ നാം ഒറ്റ പുസ്തകം പുതിയ വിദ്യാർത്ഥികൾ വായിക്കാൻ മനസ്സുള്ളവർ, പറവൂരിനെ കുറിച്ച് പഠിക്കാൻ മനസ്സുള്ളവർ ആ പുസ്തകത്തിൽ ആദ്യ പേജ് വായിക്കുമ്പോൾ തന്നെ പറവൂർ എന്താണെന്നറിയാം. അതിൽ പറയുന്നുണ്ട് പറവൂരിന്റെ മഹാത്മ്യം, ചരിത്രം, പൈതൃകം, പ്രത്യേകതകൾ ഒക്കെ പറഞ്ഞു പോയിട്ട് ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട കേശവദേവിനെ കുറിച്ചാണ് നിർത്തുന്നത്. കേശവദേവ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം, അന്നത്തെ കാലഘട്ടം, നവോത്ഥാന മാറ്റത്തിലുള്ള അതിന്റെ പ്രവർത്തനം, പിന്നീട് അദ്ദേഹം കേശവ പിള്ള എന്നുള്ള രീതിയിൽ നിന്ന് കേശവദേവ് എന്ന പേര് സ്വയം ഏറ്റെടുക്കുന്ന മുതൽ അദ്ദേഹത്തെ ഇവിടെ നാട് കടത്തുന്നതും അത്തരത്തിൽ വലിയൊരു ചരിത്രം പറവൂരിനെ കുറിച്ച് പറഞ്ഞെത്തിയ ശേഷം പിന്നെ ആ വാചകം നിർത്തുന്നത് പ്രിയപ്പെട്ട ഗുരുവേ നമോ വാഗം. അദ്ദേഹത്തിനെ ഗുരുവായി കണ്ടുകൊണ്ടാണ് ആ പേജ് ഇത്ര പറയാൻ കാരണം ഇതൊക്കെ ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അതിൽ നിന്നുമാണ് എൻ പറവൂർ എന്ന പാട്ട് രൂപീകരിക്കുന്നത്. ഇത്രയും പറയാൻ കാരണം ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന ചർച്ചകളാണ്. 2010 അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചതിന് ശേഷം ഒട്ടുമിക്ക യാത്രകളിലും ഞാൻ ഇങ്ങനെ കൂടെ ഉണ്ടാവും. ഇപ്പോഴും കൂടെ നടന്ന് വണ്ടിയിൽ നിന്ന് ചർച്ചകളിലൊക്കെ തന്നെ നിനക്കറിയാത്ത, നമുക്കറിയാത്ത പലപ്പോഴും തർക്കങ്ങളായിരിക്കും. അങ്ങനെ തർക്കിച്ച് ഇതെല്ലാം ഒരുപക്ഷെ ഒരു ദിവസം ഒരു രാത്രി ഒരു 9 മണിയായപ്പോ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോ പോകല്ലേ എന്ന് പറഞ്ഞു അവിടെ ഇരുന്നു. സ്ഥിരം ആ വീട്ടിലെ സന്ദർശനമായതുകൊണ്ട് തന്നെ ഇരുന്നു. ചേച്ചി ഭക്ഷണം കൊണ്ടുവന്നു. അപ്പൊ ഒരു
പേപ്പറായിട്ട് വന്നു. അതിൽ ഞങ്ങൾ ഇന്നലെയും മിനിയാന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട കുറെ ആളുകളുടെ പേര് വെച്ചിട്ട് ഒരു ലേഖനം പോലെ, ഒരു ഗദ്യം പോലെ ഒരു പേപ്പറാണ് എൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അതിൽ കേസരി ഉണ്ട്, കേശവദേവ് ഉണ്ട്, പപ്പക്കുട്ടി ഉണ്ട്, സദാനന്ദ മാഷുണ്ട്, അങ്ങനെ ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേരുകൾ ചരിത്രങ്ങളൊക്കെ എഴുതി പോകുന്നുണ്ട്. ഇത് പറഞ്ഞത് കവിതയാണ്. ഇത് കവിതയായിട്ട് നിങ്ങൾക്ക് ആലപിക്കാൻ പറ്റുമോ അടുത്ത വേദിയിൽ? കാരണം അടുത്ത ദിവസം ഞങ്ങൾക്ക് വേദിയുണ്ട്, സ്ഥിരമായിട്ട് സ്വീകരണ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സംസാരിക്കും, എന്റെ പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ പറവൂരിനെ കുറിച്ചുള്ള ഒരു കവിത അവതരിപ്പിക്കാൻ പറ്റൂ എന്നുള്ള ആശയമാണ് എന്നിലേക്ക് വെച്ച് ഈ 9 മണിക്ക് ഞാൻ അവിടുത്തെ ഭക്ഷണം കഴിച്ച് വീട്ടിൽ ചെന്നു. അതിനിടയ്ക്ക് രവിച്ചേട്ടനൊക്കെ വരുന്നുണ്ട് അവിടെ. ഈ ചർച്ചയിലേക്ക് രവിച്ചേട്ടനൊക്കെ വന്ന് പോകുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ. വീട്ടിൽ ചെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ച് കവിതാ രൂപത്തിൽ, കാരണം അടുത്ത ദിവസം ആലപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കവിത രൂപത്തിൽ ആലപിച്ച് വന്നപ്പോഴാണ്, അവിടെയാണ് ഇത് കവിതയല്ല, ഇത് മനോഹരമായ ഒരു സംഗീതം നൽകിയാൽ ഒരു പാട്ടായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം കവിത എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും 2 അക്ഷരോ 2-3 അക്ഷരം അപ്പുറത്തേക്ക് മാറിക്കിടന്നാലും കവിത രൂപത്തിൽ വായിച്ച അർത്ഥം പൂർത്തീകരിക്കാം. പക്ഷെ ഒരു ഗാനം, പാട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അളവുണ്ടാവണം, അറിയാം. വൃത്തം സാഹിത്യമൊക്കെ ചേർന്നിട്ടുള്ള പാട്ടുണ്ടാവുന്നത്. ഇതിൽ കൃത്യമായിട്ട് ഒരു അളവുണ്ട്, ഒരു പാട്ടിന് വേണ്ടിയിട്ടൊരു അളവുണ്ട്. തുടങ്ങിയ അവസാനിക്കുന്നവരെ ഓരോ വരിക്കും ഒരു ആദ്യവും മധ്യവും അന്ത്യം ഒക്കെ ഉള്ള ഒരു പാട്ടിന്റെ രൂപത്തിലാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ എന്റെ സുഹൃത്ത് ഗാനരചിതായിട്ടുള്ള സിനീഷ് ചന്ദ്ര കടാമുകൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ ഒരു പാട്ട് എഴുതുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. അത് മ്യൂസിക് ചെയ്യുമ്പോൾ എഴുതി വരുമ്പോൾ ഒരു അക്ഷരം അവിടെ ഇവിടെ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലൊക്കെ കുഴപ്പമാണ്. പക്ഷെ ഇതില് ആ കുഴപ്പമില്ല, കൃത്യമായിട്ട് ഒരു പാട്ടിന്റെ രൂപത്തിൽ ഇങ്ങനെ എഴുതി വന്നേക്കാണ്. അത് വലിയ ഒരു പേജിൽ എഴുതി തന്നേക്കണത്. ഞാൻ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇത് ട്യൂൺ ചെയ്തിട്ട് മൊബൈലിൽ ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ട് പുള്ളി കേട്ട് പറഞ്ഞ്, ഇത് കവിത ആക്കാൻ പറഞ്ഞ് നീ പാട്ടാക്കിയോ? ഉള്ള സ്റ്റൈൽ വേറെയാണ്. പുള്ളി പറഞ്ഞല്ല, കവിത ആക്കാൻ പറഞ്ഞിട്ടും നീ പാട്ടാക്കി എന്നാ പുള്ളി പറഞ്ഞത്. അപ്പൊ കവിത ആക്കാൻ പറഞ്ഞപ്പോ ഞാനത് പാട്ടാക്കി. കാരണം ഞാൻ പാട്ടുകാരനാണ്, പാട്ടിനെ ശരിക്കുന്ന ആളാണ്. ഞാനത് പാട്ടാക്കി പറഞ്ഞു, ഇപ്പൊ തന്നെ ചെല്ലണം വീട്ടിലേക്ക്. അപ്പൊ ഞാൻ ബൈക്ക് എടുത്ത് അപ്പൊ തന്നെ ചെന്നു. ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. പുള്ളി പാടി കേൾപ്പിക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ പാടി, ചേച്ചിയുണ്ട്, മക്കളൊക്കെ ഉണ്ട്, പാടി കേൾപ്പിച്ചു. പിന്നെ തീരുമാനിച്ചത് ഇത് റെക്കോർഡ് ചെയ്യണം, നിർബന്ധം, വാശിയാ. റെക്കോർഡ് ചെയ്തെന്ന് വെച്ചാൽ നാളെ അല്ലെങ്കിൽ എപ്പോ റെക്കോർഡ് ചെയ്ത് കിട്ടാം ഇപ്പൊ ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു, സ്റ്റുഡിയോ ബുക്ക് ചെയ്തെല്ലാം. നീ പാടണ്ട, എന്നോട് നീ പാടണ്ട, വേറെ ആമ്പിളേര് പാടിക്കോളൂ. ആ പാട്ടുകാരനെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പോയി ബഷീർ പാടിയായി എന്ന് പറഞ്ഞു. അതൊരു മധുര പ്രതികാരം. പണ്ട് ഒരു തമ്പുരാനിൽ മത്സരം, പുള്ളി പുലയനാർ മണിയമ്മ പാടും, ബഷീർ വേറെ പാട്ട് പാടും, പ്രൈസ് വരും ബഷീറിന്. അങ്ങനെ ബഷീർ പ്രൈസ് പഠിച്ച് ബഷീറോട് ഭയങ്കര വൈരാഗ്യമായി. അപ്പൊ ആ വൈരാഗ്യം തീർത്ത് ബഷീർ പാടിയാൽ മതി പുള്ളിയുടെ പാട്ട്. അങ്ങനെ ബഷീർ ആ പാട്ട് പാടുന്നത്. അങ്ങനെയാണ് എൻ പറവൂർ എന്നുള്ള ഗാനം ഉണ്ടാവുന്നത്. അത് പിന്നീട് വ്യക്തിപരമായിട്ട് എനിക്കും ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിലൊക്കെ ഞാൻ ആ പാട്ട് പാടി, എനിക്കും വളരെ രീതിയിലുള്ള സ്വീകാര്യത കിട്ടി. ആ പാട്ടിലൂടെ പിന്നീട് എവിടെ ചെന്നാലും ആ പാട്ട് പാടാൻ പറയുള്ളൂ. അപ്പൊ സലികുമാർ എന്ന എഴുത്തിനപ്പുറത്തേക്ക് ആ പാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്, വെറും സലികുമാർ എഴുതിയ പാട്ടിനപ്പുറത്തേക്ക് ആ പാട്ട് പറവൂർക്കാർക്ക് ആവശ്യമാണെന്ന് പറവൂർക്കാർക്ക് എല്ലാവർക്കും ബോധ്യമായി. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ ചെന്നാലും ആവശ്യപ്പെടുന്നത് എൻ പറവൂർ എന്നാട് എന്നുള്ള പാട്ട് പാടിയിട്ട് പോയാൽ മതി. അങ്ങനെ എത്രയോ വേദികൾ ആ പാട്ട് ഞാൻ പാടി. അത് എഴുതിയത് ഞാൻ പറഞ്ഞു വന്നത്, വേറൊരു പാട്ടിനപ്പുറത്തേക്ക് പറവൂർ എന്താണെന്ന് പുതിയ തലമുറക്ക് കാണിക്കുന്ന കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ, ചരിത്രം, നിഷേധിക്കാൻ പറ്റാത്ത ചരിത്രമാണ് അദ്ദേഹം ആ പാട്ടിലൂടെ, ആ പുസ്തകത്തിലൂടെ ഇങ്ങനെ എഴുതി പോരുന്നത്. ആ പുസ്തകം വായിച്ചവർക്ക് അറിയാം, നിസ്സാര പുസ്തകമല്ല, നാടൻ ഭാഷയാണ്. പക്ഷെ അദ്ദേഹം എഴുതിയതും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ തന്നെ ആ പുസ്തകം വായിച്ചു വരുമ്പോൾ അതിലെ പ്രയോഗങ്ങളൊന്നും സിനിമയിൽ വന്നിട്ടില്ല. വളരെ കുഞ്ഞു പ്രയോഗങ്ങൾ മാത്രമേ സിനിമയിൽ വന്നിട്ടുള്ളൂ. ആ ചെറിയ പ്രയോഗങ്ങൾ മാത്രം ഹിറ്റാ. ഈശ്വര വഴക്കില്ലോ എന്നുള്ളത് ഒരു പേര് മാത്രമേ തന്നെ. മതില് ബിരിയാണി കൊടുത്താലോ എന്നുള്ള ഓടുന്നതും, കോട്ടപ്പുറം വാട്ടക്കഴങ്ങില്ലാത്ത കോട്ടപ്പുറം ചന്ത പോലെ എന്ന് പറയുന്നതും, ഏതോ സിനിമയിൽ ഏതോ സ്ത്രീ ഫോണിൽ വിളിച്ചു പറയുമ്പോ ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണോ എന്ന് പറയുന്നത്, ഭരണിപ്പാട്ടിന്റെ ഭാഗത്ത് എന്ന് പറയുന്ന ഒരുപാട് പ്രയോഗങ്ങൾ സിനിമയിൽ നമ്മൾ കിട്ടിച്ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പുസ്തകം വായിക്കുമ്പോൾ പ്രയോഗങ്ങളുടെ കൂമ്പാരമാണ്. അത്രയേറെ അനുഭവങ്ങളും സമ്പത്തുകളുമാണ് പറവൂരിൽ നിന്നും, വടക്കേക്കരയിൽ നിന്നും, പൂയപ്പള്ളിയിൽ നിന്നും, ചിറ്റാരിയിൽ നിന്നും, ആ ഗ്രാമത്തിൽ നിന്നും അദ്ദേഹം സ്വായത്തമാക്കിയത്. ഒരുപാട് കഥാപാത്രങ്ങൾ ആ കഥയിലൂടെ പറഞ്ഞു പോകുന്നത് അതൊക്കെ രവിയേട്ടൻ പറയും. ഗംഭീര കഥാപാത്രങ്ങൾ, അതൊക്കെ വായിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കര അനുഭവമുള്ളതാ. സ്വന്തം അച്ഛൻ മരിച്ചതിന്റെ ഞാൻ ചിരിച്ചുപോയി. അത് വായിച്ചവർക്ക് മനസ്സിലായി കാണും. അയൽവാസിയായിട്ടുള്ള ദുർമന്ത്രവാദി, മന്ത്രം ശപിച്ചുകൊണ്ട് ശപിക്കുന്ന ഒരു അയൽവാസി. അയാളെ ശാപം ഏറ്റു കഴിഞ്ഞാൽ പേടിച്ച് വിറക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ പോകാറില്ല, അദ്ദേഹത്തോട് ആരും സംസാരിക്കാറില്ല, ഉടക്കാൻ നിൽക്കാറില്ല. പക്ഷെ സരികുമാരന്റെ അച്ഛൻ എന്തോ കാര്യത്തിൽ ഉടക്കിയിട്ടായിരുന്നേ. പുസ്തകം വായിച്ചത് മനസ്സിലാവും. പക്ഷെ അദ്ദേഹമാണ് സരികുമാരന്റെ അച്ഛനെ കൊന്നത് എന്നുള്ളതാണ്. അത് കൊലപാതകമായിട്ട് മാറി അദ്ദേഹം.
ആ കൊലപാതകം അറിയുന്നത് അച്ഛൻ മരിച്ച് സഞ്ചയനത്തിന്റെ അന്ന് അടിയന്തരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മക്കളെല്ലാം കൂടിയിരിക്കുമ്പോൾ ഏതൊക്കെ വേണം എന്തൊക്കെ വേണമെന്ന് പറയുമ്പോഴാണ് അപ്പുറത്തെ അയൽവാസി ഞാനാ കൊന്നതെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത്. സ്വന്തം അച്ഛൻ കൊന്നത് ഞാനാണെന്ന് ഒരാൾ വിളിച്ച് പറയുമ്പോൾ വല്ലാണ്ട് അത്ഭുതപ്പെട്ട് വരും. അപ്പോഴാണ് പറയുന്നത് എന്റെ മന്ത്രം കൊണ്ടാ നിന്റെ അച്ഛൻ മരിച്ചതെന്ന്. അപ്പൊ ചിരിയോടെയാണ് അവര് ആ സഞ്ചയനം പൂർത്തീകരിച്ചത്. കാരണം ഒരാൾ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരാൾ മരിക്കുമോ? അപ്പൊ സ്വന്തം അച്ഛന്റെ മരണം പോലും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മളോട് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് അങ്ങനെ ഒരുപാട് ഏരിയകൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അനുഭവങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പ്രദേശം കൃത്യമായിട്ട് എന്താണ് ചിറ്റാറ്റുകര, എന്താണ് വടക്കേക്കര, എന്താണ് പുതുപ്പള്ളി, അവിടുത്തെ ആളുകളുടെ സ്വഭാവം, നിഷ്കളങ്കത, സ്നേഹം, കലാകാരന്മാരുടെ സങ്കീർണത. അപ്പുറത്തേക്ക് കേസരിയെ കുറിച്ച് പറയുമ്പോൾ കേസരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൂയപ്പള്ളിയിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യത്തെ ആയിരിക്കും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേസരിയുടെ പേരുള്ള വായനശാലയെ കുറിച്ചും വളരെ കൃത്യതയോടെ ചരിത്ര രേഖകൾ കുറിക്കുന്ന പോലെ അദ്ദേഹം കുറിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെയാണ് സലികുമാർ എന്ന് പറയുന്ന ഒരു സിനിമാ താരം, ഒരു നടൻ, മിമിക്രി അപ്പുറത്തേക്ക് ചിന്തിപ്പിക്കുന്ന ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വലിയ ഒരു പ്രതിഭയായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയുന്നതിനപ്പുറത്തേക്ക് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്നുള്ളത് തന്നെയാണ് വ്യത്യാസം. പ്രത്യേകിച്ച് ഈ പുസ്തകം വായിക്കാത്തവർ വായിക്കുക. സംഘടിപ്പിച്ച സംഘാടകർ എന്നെ ക്ഷണിച്ചപ്പോൾ എൻ്റെ സുഹൃത്തൊക്കെ പറഞ്ഞത് പങ്കെടുക്കണം, കാരണം മറ്റാരുടെയും പ്രോഗ്രാമല്ല, സലികുമാറിന്റെ പരിപാടിയാണ്. അതിൽ ക്ഷണിച്ചാൽ അതിന്റെ അതിഥി ഉദ്ഘാടനം അപ്പുറത്തേക്ക് വെറും ഒരു സദസ്സിരിക്കുന്ന ആളാണെങ്കിൽ പോലും അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നാണ് സിനീഷൊക്കെ പറഞ്ഞത്. കാരണം അത്രയേറെ ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് ഞാനും സലികുമാറൊക്കെ. സലിമേട്ടന്റെ ജൂൺ 6-നാണ് അദ്ദേഹം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നത്. അതിലേക്ക് കടക്കുമ്പോൾ ജൂൺ 6-ന് ഹോസ്പിറ്റലാവുന്നു. രാവിലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് വിവരം കിട്ടുന്നു, സീരിയസ് ആണെന്ന് പറയുന്നു. ഞാനും കുടുംബവും ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ചേച്ചിയുടെ മക്കളെല്ലാവരും ഉണ്ട്. ഏകദേശം ഉച്ചക്ക് അവിടെ എത്തിയതിനു ശേഷം വൈകുന്നേരം വരെ നമ്മൾ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഡോക്ടർമാർ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ ഭാഗവാക്കുന്ന രീതിയിലേക്ക് നമ്മളും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പക്ഷെ എൻ്റെ 7-ാം തീയതി ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് പാലക്കാടേക്ക് എനിക്ക് 6-ാം തീയതി തന്നെ പോകേണ്ടതുണ്ട്. 6-ാം തീയതി അവർ ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വല്ലാത്ത ഘട്ടത്തില് ഒരു 3 മണിയായപ്പോ നമുക്ക് കിട്ടിയ റിപ്പോർട്ട്, ചന്തുവും നാദൃഷ്ടയ്ക്കയും ഹർഷി അശ്വിൻചാനൊക്കെ ഇരിക്കുമ്പോൾ കിട്ടിയ റിപ്പോർട്ട്, ഇപ്പോൾ തൽക്കാലം മരുന്ന് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഈ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പേടിക്കേണ്ടതില്ല, ആള് റിക്കവറി ആയിട്ട് വരും. കാരണം ഇതിനേക്കാളും വലിയ ഘട്ടങ്ങൾ താണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ നമ്മൾ കൊന്നു, നമ്മൾ മീൻസ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ കൊന്നു. അനങ്ങിയാൽ സലികുമാർ അന്തരിച്ചു, അനങ്ങിയാൽ സലികുമാർ ആ അധ്യായം അടഞ്ഞു എന്നുള്ള അങ്ങനെ കേട്ട് നമുക്കിങ്ങനെ തഴമ്പിച്ചു. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കോള് വരുമ്പോൾ നേരെ മക്കളെയോ വൈഫിനെയോ അടുത്ത ബന്ധുക്കളാരും വിളിക്കില്ലല്ലോ, അടുത്ത കൂട്ടുകാരെ വിളിക്കുള്ളൂ. അങ്ങനെ ഏറ്റവും ഇത്തരത്തിലുള്ള വാർത്ത ഏറ്റവും കോള് വന്നൊരു പറവൂരിലെ ഏക കലാകാരൻ ഞാനാ. പറവൂരിൽ നിന്നല്ല, ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും മെസ്സേജ് വരും, വിനോദ എവിടെയുണ്ട്, ഞാൻ എവിടെയുണ്ട്, സലിച്ചേട്ടന്റെ കൂടെയുണ്ട്. സലിച്ചേട്ടന്റെ കൂടെ ഉള്ളപ്പോ പോലും ഈ മെസ്സേജ് ഇങ്ങനെ പുള്ളി എന്താ സംഭവം, അതുപോലെ പറഞ്ഞോ മരിച്ചെന്ന് പറഞ്ഞോ എന്ന് വരെ പറയും പുള്ളി. അങ്ങനെ കൊല്ലാതെ കൊന്ന അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ അന്നത്തെ 3 മണിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ നമ്മൾ കരുതി അതെല്ലാം മാറി വരും എന്ന് തന്നെ വിചാരിച്ചു. ഞാൻ പാലക്കാടേക്ക് പോയി. പാലക്കാട് എത്തി ഏകദേശം 9:45 സിദ്ദിഖയുടെ ബ്രദർ മജീദിക്ക വിവരം പറയുന്നത്. പക്ഷെ ആ സമയം കൊണ്ട് പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോരാൻ പറ്റില്ല. കാരണം അതൊരു വലിയ സിനിമയാണ്. ഓപ്പറേഷൻ ട്രാൽ എന്ന് പറയുന്ന ജയസൂര്യയുടെ വലിയ സിനിമയാണ്. 4-5 ഭാഷയിൽ ഇറങ്ങുന്ന സിനിമ. ഇപ്പോഴും ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല. എന്റെ കഴിഞ്ഞു പോന്നു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് വരാനും പറ്റിയില്ല. അവർക്ക് വിടാൻ പറ്റിയ സാഹചര്യമല്ല. വലിയ നടന്മാരും നമ്മളെക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകളും തിരക്കുള്ളവരും തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ പോലത്തെ സിനിമകളിൽ ഏറ്റവും പ്രധാന വേഷം ചെയ്യുന്ന മുരളി ശർമ്മ എന്ന് പറയുന്ന വലിയ നടന്റെ ഒരു ഡേറ്റ് ഒക്കെയാണ്. അദ്ദേഹം ബോംബെയിൽ നിന്ന് വന്നേക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡേറ്റ് ഒക്കെ തീരുമാനിക്കുന്ന ബോംബെ ഓഫീസാണ്. അപ്പൊ ഇനിയും ഒരു ഡേറ്റ് മാറിക്കഴിഞ്ഞാൽ വലിയ സങ്കീർണത വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തെ കുറിച്ച് അവിടെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ നിശബ്ദനായിട്ട് അവിടെ അന്ന് തങ്ങുകയും പിറ്റേ ദിവസം ആ സെറ്റിൽ നിന്ന് തന്നെയാണ് ജയസൂര്യക്ക് വിടുന്നത്. കാരണം ജയസൂര്യക്കൊന്നും അന്ന് വർക്കുണ്ടായില്ല. എന്റെ ഒരു സീനൊക്കെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ മനസ്സോടെ എൻ്റെ ഒരു കലാകാരൻ നിലയിൽ ഞാൻ നിന്ന് ആ സിനിമ അവിടെ പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത്രയേറെ അടുപ്പം ഉണ്ടായിട്ടും അവസാന നിമിഷങ്ങളും അവസാന നാളുകളും ആ ചടങ്ങിൽ പങ്കെടുക്കാനോ നേരിട്ട് അദ്ദേഹത്തിന്റെ ഭൗതികശരീരം കാണുവാനോ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തെ അടുത്തിരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊപ്പം ചേർന്ന് അദ്ദേഹത്തിന് നടത്തിയ ആ യാത്രയിൽ പങ്കാളിയാകാനൊക്കെ സാധിച്ചില്ല. അത് വലിയൊരു കടവും ദുഃഖവുമായിട്ട് ഇങ്ങനെ മനസ്സിൽ തങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഹരിച്ചേട്ടൻ പറഞ്ഞു നിർത്തിയത്. നമ്മൾ പറവൂർക്കാർ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം നിസ്സാരമല്ല. 1000-10,000
ഇവിടെ പറവൂര് വന്നു പോയപ്പോൾ ഇവിടെ ചിട്ടയായിട്ട് ഇതിന്റെ നഗരസഭ അംഗങ്ങളായാലും നമ്മുടെ മറ്റു സർക്കാർ സ്ഥാപനങ്ങളായാലും നാട്ടുകാരായാലും സംഘാടകരൊക്കെ തന്നെ വളരെ നല്ല മികച്ച ഒരു യാത്രയയപ്പ് പറവൂരിൽ നമുക്ക് അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു. അതിൽ ഞാനും എന്റെ സംഘാടക നിലയിലേക്ക് ഞാൻ വരേണ്ടതായിരുന്നു. അതിങ്ങനെ ഇല്ലാത്തതിന്റെ ദുഃഖമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹം എന്ന് പറയുന്ന നിസാര മിമിക്രിക്കപ്പുറം പറവൂരിനെ ലോകത്ത് അറിയിച്ച പറവൂരിന്റെ പ്രിയപ്പെട്ട കലാകാരനാണ് ശ്രീകുമാർ. വെറും ഒരു ദേശീയ അവാർഡ് നേടിയത് കൊണ്ട് മാത്രമല്ല, അപ്പുറത്തേക്ക് അദ്ദേഹത്തെ അറിയാവുന്നവർ അദ്ദേഹത്തിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് പലപ്പോഴും പല രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ പറവൂരിനെ നാടറിയിച്ച, ലോകമറിയിച്ച പ്രിയപ്പെട്ട പറവൂരിന്റെ പ്രിയപ്പെട്ട കലാകാരൻ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ സഹോദരൻ, നമ്മുടെയൊക്കെ സഹോദരനായിട്ടുള്ള ശ്രീകുമാർ എന്ന പ്രിയപ്പെട്ട നടന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ വളരെ സ്നേഹപൂർവ്വം ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. ഈശ്വര വഴക്കില്ലല്ലോ എന്ന വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിന്റെ ചർച്ചയ്ക്കായി ഈ സാഹിത്യ സദസ്സിന് ഈ അനുസ്മരണത്തിന് എല്ലാവിധ സ്നേഹവും അറിയിച്ചുകൊണ്ട് ഏറ്റവും വിമാനത്തോടെ ഈ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട്